Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പോൺസർഷിപ്പിനെ കുറിച്ചിട്ടാണ്. സ്പോൺസർഷിപ്പ് നമുക്ക് FAMEBIT എന്ന വെബ്സൈറ്റ് വഴി എങ്ങനെ നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടും, അതിൽ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസുമാണ് പറയുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് 5000 സബ്സ്ക്രൈബർ വേണം. ഈ ഒരു വെബ്സൈറ്റിൽ പോകണമെങ്കിൽ 5000 സബ്സ്ക്രൈബറിൻ്റെ മുകളിലായിരിക്കണം. അപ്പോൾ 5000 സബ്സ്ക്രൈബറും അതിൻ്റെ മുകളിലും. ഓക്കെ, 5000ൻ്റെ താഴെ 1000 സബ്സ്ക്രൈബർ ആയിക്കോട്ടെ, അതിന് കുറവായിക്കോട്ടെ, അങ്ങനെയുള്ളവർക്ക് സ്പോൺസർഷിപ്പ് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോയിൽ തന്നെ എങ്ങനെ ബാങ്ക് വഴി നമുക്ക് ഏത് തരത്തിൽ ബാങ്കിൽ നമുക്ക് കമ്പനിയോട് സംസാരിക്കണം, എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന വീഡിയോ ഞാൻ മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഈ FAMEBIT എന്ന ഈ ഒരു വെബ്സൈറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ എടുക്കുക, റിവ്യൂ നമുക്ക് കമ്പനിയോട് അപേക്ഷിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം ക്രോമിൻ്റെ സെർച്ച് ബാറിൽ famebit.com എന്ന് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്നതിന് ശേഷം സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇതിൽ നമുക്ക് ലോഗിൻ, അതിൻ്റെ താഴത്ത് FAMEBIT എന്നുള്ള ഒരു പേജ് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് ഓപ്പൺ ആവുന്നതായിരിക്കും. പുതുതായി ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് നമ്മളിവിടെ കാണാൻ കഴിയും I am a creator എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ബ്രാൻഡ് ആണെങ്കിൽ ബ്രാൻഡ്. അപ്പോൾ നമുക്കിവിടെ വ്യൂ സ്പോൺസേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലായിട്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. ഇതിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇതുവഴിയാണ് നമുക്ക് നമ്മുടെ ഏത് ID വെച്ചിട്ടാണോ യൂട്യൂബ് ചാനൽ, ഏത് ഇമെയിൽ ID വെച്ചിട്ടാണ് അത് വെച്ചിട്ട് മാത്രം ഇവിടെ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് മുന്നേ ചെയ്തിട്ടുണ്ട് വീഡിയോ, അത് നിങ്ങൾ കാണുക. അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബാക്ക് പോയ ശേഷം നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ടുള്ള പർച്ചേസ് കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ നമുക്ക് മുകളിൽ കാണാം ലോഗിൻ FAMEBIT മാർക്കറ്റ് പ്ലേസ് എന്നുള്ളതിൽ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ FAMEBITൻ്റെ പേജ് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇത് ലോഗിൻ ചെയ്തവർക്ക് മാത്രമേ ഇങ്ങനെ ഓപ്പൺ ആവുകയുള്ളൂ. അതിന് ലോഗിൻ ചെയ്ത ഇമെയിൽ ഐഡിയും പാസ്വേഡും ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത ശേഷം റിമെമ്പർ മീ എന്നതിലുള്ള ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ എന്നുള്ളതിൽ കൊടുക്കുക. എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേജ് ഇവിടെ, അതായത് FAMEBITൻ്റെ പേജ് തന്നെ ഓപ്പൺ ആവും. അതിന് മുമ്പ് പാസ്വേഡ് നിങ്ങൾക്ക് സേവ് എന്നുള്ളതിൽ കൊടുത്തിട്ട് സേവ് ചെയ്യാം അതിൻ്റെ പാസ്വേഡ്. അപ്പോൾ നമുക്ക് ഇതുപോലെ അവൈലബിൾ ഇൻവൈറ്റ്സ് എന്നുള്ള 2 ഓപ്ഷൻ മുകളിൽ കാണാൻ കഴിയും. ഇവിടെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ അവൈലബിൾ എന്നുള്ളത് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ആ ഒരു രീതി തന്നെയാണ്. ഇൻവൈറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഇൻവൈറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിലുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ ആയതുകൊണ്ട് ഇൻവൈറ്റ് ഒന്നും ആരും ചെയ്തിട്ടില്ല. പിന്നെ ചാനൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ചാനലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഐക്കൺ യൂട്യൂബ് എന്ന് വരുന്നതായിരിക്കും. അപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ വെച്ചിട്ടാണ്, അപ്പോൾ യൂട്യൂബ് എന്ന് കൊടുക്കാം. പിന്നെ ഫിൽട്ടർ ബൈ കാറ്റഗറി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഫിൽട്ടർ ബൈ കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്യാൻ നോക്കാം. നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ചാനൽ കാറ്റഗറിയാണ്, നമ്മൾ ഏത് അടിസ്ഥാനത്തിലാണ് ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ചാനൽ കാറ്റഗറിയാണ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാൻ ടെക് എന്നാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഫിൽട്ടർ ബൈ പ്രൈസ്, നമുക്ക് ഏത് രീതിയിലുള്ള പ്രൈസാണ് നമ്മൾ സ്പോൺസർഷിപ്പിന് തരുന്നത് എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് രീതിയിലായും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആളിന് തന്നെ കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര രൂപൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആളിൽ നിന്ന് കൊടുത്ത ശേഷം ഇവിടെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രൊഡക്ട്സ് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് കണ്ടോ, ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പ്രൊഡക്ട്സിനെ ഏത് പ്രൊഡക്ട്സ് വേണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് നോക്കിയ ശേഷം നമ്മൾ നന്നായി വിസിറ്റ് ചെയ്ത ശേഷം നമുക്ക് അനുയോജ്യമായ നമ്മുടെ ടെക്നിക് ചാനലിലാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചാനലിൽ നമുക്ക് പറയാൻ രീതിയിലുള്ള ആ ഒരു പ്രൊഡക്റ്റ് എടുക്കുക. ഇവിടെ സെൻഡ് പ്രൊപ്പോസൽ എന്നുള്ളതുണ്ടല്ലോ, ഈ ഒരു സെൻഡ് പ്രൊപ്പോസലിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ആ ഒരു പേജിലേക്ക് പോവുക. അവരോട് നമ്മൾ പ്രൊപ്പോസൽ ചെയ്യാൻ പോവുക. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്ട്സ് ആദ്യം നമുക്ക് നോക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ അപ് ടു $500 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുവരെയുള്ള ആ ഒരു ക്യാഷാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ സെൻഡ് പ്രൊപ്പോസൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഈ താഴത്ത്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പ്രൊഡക്റ്റിലേക്ക് പോകുന്നതായിരിക്കും, ഇവരിൻ്റെ പ്രൊപ്പോസൽ ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് എന്നല്ല ഉണ്ട്. ഡീറ്റെയിൽസ് നമുക്ക് ഫില്ല് ചെയ്യണം. എന്തൊക്കെയാണ് നമ്മുടെ ചാനലിൽ എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാം. താഴത്ത് ക്യാമ്പയിൻ ഡീറ്റെയിൽസ് എന്ന് കാണാൻ കഴിയും. ഈ താഴത്തുള്ള ക്യാമ്പയിൻ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ വായിച്ചു നോക്കാൻ കഴിയും. എബൌട്ട് ദ ബ്രാൻഡ്, ആ ബ്രാൻഡ്, ആ കമ്പനീന്റെ അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കറക്റ്റായിട്ട് വായിച്ചു നോക്കണം. എല്ലാ കാര്യങ്ങളും വ്യക്തമായി വായിച്ചു നോക്കേണ്ട ഒരു ഫോറമാണ് ഇത്. ഇത് വായിച്ചു നോക്കിയ ശേഷമേ നമുക്ക് ആ ഒരു കമ്പനിക്ക് സെൻഡ് പ്രൊപ്പോസൽ കൊടുക്കാൻ കഴിയുള്ളൂ.
കാരണം കൊടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഈ ഇതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പറ്റാത്തതുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കമ്പനി സർവീസ് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുക. പിന്നെ ഇത് മെയിനായിട്ട് നന്നായി വായിച്ചു നോക്കുക. പിന്നെ ഇവിടെ കാണാൻ കഴിയും ക്യാമ്പയിൻ ഗോൾസ് എന്നുള്ളത്. ഇതിലാണ് നമുക്ക് USA പ്രൊവൈഡ് ചെയ്തിട്ടാണോ ഇന്ത്യൻക്കാണോ എന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് എഴുതിയിട്ട് ഓരോ പ്രൊഡക്റ്റിലും എഴുതി കാണാൻ കഴിയും. ഈ ഒരു പ്രൊഡക്റ്റിൽ എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സ്വാഭാവികമായിട്ടും ഇത് സെൻഡ് പ്രൊപ്പോസൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഏത് യൂട്യൂബ് വീഡിയോ ടൈപ്പ് കണ്ടോ, ഇവിടെ യൂട്യൂബ് വീഡിയോ ടൈപ്പ് റിക്വസ്റ്റഡ് എന്നൊക്കെ കാണാൻ കഴിയും. നമ്മൾ ഏത് രീതിയിലുള്ള വീഡിയോസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്യാമ്പയിൻ ഗോൾസ് എന്നുള്ള ഈ ഒരു ഭാഗമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതിലാണ് USA ആണോ അവിടുത്തെ ഓഡിയൻസിനെ അനുബന്ധിച്ചിട്ടാണോ എന്നുള്ളതൊക്കെ ഇവിടെ എഴുതും. അവർ USA എന്ന് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ കഴിയില്ല. കാരണം അവരിനെ മുൻഗണനയിൽ കൊടുത്തിട്ടാണ് അവിടെ USA എന്നൊക്കെ കൊടുക്കുക. അപ്പോൾ ഓരോ UK അങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യ എന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും അവർ ചെയ്തിട്ടില്ല എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ സെൻഡ് പ്രൊപ്പോസൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ കാര്യം വളരെ വ്യക്തമായി ശ്രദ്ധിക്കുക. അപ്പോൾ താഴത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ റിവ്യൂ ചെയ്യണതോ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ ചെയ്യണതോ അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുകയാണോ എങ്ങനെയുള്ള രീതി സെലക്ട് ചെയ്ത ശേഷം സെൻഡ് പ്രൊപ്പോസൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം നമുക്ക് ഇവിടെ എത്ര രൂപയ്ക്ക് വേണം നമ്മൾ എടുക്കും എന്നുള്ള രീതിയിൽ ഇവിടെ എൻ്റർ യുവർ ഫീ, നമുക്ക് ഏകദേശം എത്ര രൂപത്തിൽ നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വ്യൂസിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ അനുസരിച്ച് ഇവിടെ ഒരു തുക കൊടുക്കാം. എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യുമെന്നുണ്ടെങ്കിൽ നമുക്കും അത് നമ്മുടെ സമയം ഒഴിവ് സമയമൊക്കെ കണക്കാക്കിയിട്ട് നമുക്കൊരു 7 ദിവസമോ 14 ദിവസമോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചോയ്സ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ താഴത്ത് ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ചാനലിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇത്ര വ്യൂസ് കിട്ടുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഡീറ്റെയിൽസിൽ കൊടുക്കാവുന്നതാണ്. കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ചാനൽ ലിങ്ക് കൊടുക്കണം, നമ്മുടെ ചാനൽ ലിങ്ക് ഇതിൽ കൊടുക്കുക, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇത് കറക്റ്റായി കൊടുക്കുക. നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് റിവ്യൂ ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ നമുക്ക് സാധിക്കും എന്നുള്ള രീതിയിലൊക്കെ നമുക്കിതിൽ കൊടുക്കാം. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ എഴുതി കൊടുത്താലാണ് അവർ നമുക്ക് ആ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ തരികയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്പോൺസർഷിപ്പിന് നമ്മൾക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ തരുള്ളൂ. അപ്പോൾ സെൻഡ് പ്രൊപ്പോസൽ എന്നുള്ള കാര്യത്തിൽ ഈ ഒരു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ തെളിഞ്ഞ് കണ്ടു സെൻഡ് പ്രൊപ്പോസൽ എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം സെൻഡായി എന്നുള്ളത് കണ്ടോ, പ്രൊപ്പോസൽ സെൻഡായി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സെൻഡായ ശേഷം അവർ നമുക്ക് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ FAMEBIT എന്ന ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ മെസ്സേജ് എന്നൊരു ഭാഗമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലും നമുക്ക് ഇവർ മെസ്സേജ് അയക്കും. ഒന്നില്ലെങ്കിൽ ഇമെയിൽ ID മെസ്സേജ് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഈ വെബ്സൈറ്റിൽ തന്നെ മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുകയുണ്ട്. ഇഷ്ടം പോലെ ഇന്ത്യയിലേക്ക് അലോഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ഡോട്ടിൽ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം മെസ്സേജ് എന്നുള്ളതുണ്ട്. ഈ മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയും ഇൻബോക്സിൽ വന്ന് കിടക്കുന്നുണ്ടാവും അവർ എന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ അയച്ചിട്ടില്ല, നമ്മളിപ്പോൾ ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് ഹോം പേജിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും കൊളാബ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കൊളാബ് ചെയ്യാൻ നമുക്ക് മറ്റുള്ള യൂട്യൂബ് ചാനലും മറ്റുള്ളവരായിട്ടും നമുക്ക് കൊളാബ് ചെയ്യാൻ പറ്റും. അവരെ കൊളാബ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രൊപ്പോസൽ കാര്യങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കൊളാബ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു കൊളാബ് എന്നുള്ളതിൽ. അതിൽ ഇന്ത്യൻ ചാനൽസും ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ ഓരോരോ റിക്വസ്റ്റ് വർക്ക് ഹൗസ് ഇതൊക്കെ നമുക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ താഴത്ത് കണ്ടോ, ഒരു US-ന്റെ ആളാണ്. ഇവരായിട്ട് കൊളാബ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കൊളാബ് ചെയ്യാം. അങ്ങനെ US-ന്റെ നമുക്ക് ഇന്ത്യൻ്റെ തിരയാം. ഇവിടെ കണ്ടോ, ഇന്ത്യൻ്റെ ഒരാളുണ്ട്, ഹെൽത്ത് ഫിറ്റ്നസ് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇന്ത്യ എന്നൊക്കെ കാണാൻ കഴിയും. ഈ ഒരു പ്രകാരത്തിൽ കൊളാബ് ചെയ്യാൻ കഴിയും ഈ ഒരു വെബ്സൈറ്റിൽ. ഇത്തരത്തിൽ ഒരു കൊളാബ് ചെയ്തിട്ടും നമുക്ക് ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് ഇത്തരത്തിൽ. അപ്പം ഞാൻ ഇവിടെ മുകളിൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റിക്വസ്റ്റഡ് എന്നുള്ളതിൽ നമ്മൾ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഓപ്പൺ ആവുള്ളൂ. ഇപ്പം നമ്മൾ പുതുതായി ചെയ്തത് കൊണ്ട് ഒന്നും ആയിട്ടില്ല. അപ്പോൾ പിന്നെ വർക്ക് റൂംസ് എന്നുള്ളതാണ്, പിന്നെ മാനേജ് എന്നുള്ളതാണ്. പിന്നെ മാനേജിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാനുള്ളത് നമുക്ക് കൊളാബ് ചെയ്യാൻ അവൈലബിൾ ആണോ, യു ആർ അവൈലബിൾ ഫോർ കൊളാബ് എന്നൊക്കെ ചോദിക്കും. യെസ് ഓർ നോ കൊടുക്കാം. നിങ്ങൾ ഏറ്റവും സെലക്ട് ചെയ്ത് ഇവിടെ വായിച്ചു നോക്കാം. നമ്മൾ സെലക്ട് ചെയ്ത് നല്ലൊരു വഴിയാണിത്. സോഷ്യൽ മീഡിയ ചാനൽ ഇവിടെ വായിച്ചു നോക്കിയ ശേഷം ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇവിടെയും ഇതിലെല്ലാം നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് നമ്മത് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിലെല്ലാം ഇവിടെ നമുക്ക് കൊടുത്ത ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റായി വായിച്ച ശേഷം നിങ്ങൾ യെസ് കൊടുത്ത് ഇവിടെ നോക്കും, മുകളിലുള്ള വായിച്ച് നോക്കണം. നമ്മൾ FAMEBIT എടുക്കാൻ നല്ലൊരു വഴിയാണ് കൊളാബ് എടുത്തത്, സോഷ്യൽ മീഡിയ ഗ്രോ ആവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ അവൈലബിൾ പ്രൊഡക്റ്റ് ഇവിടെ നമുക്ക് ഈ ഒരു അവൈലബിൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പേജ് ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഈ പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫിൽട്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫിൽട്ടർ ഇതിൻ്റെ മുകളിൽ കാണാൻ കഴിയും ഫിൽട്ടർ എന്ന്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻസ് ഒക്കെ ഇവിടെ വരും. നമുക്ക് ഇവിടെ റീച്ച് ഇങ്ങനെയുള്ള അതായത് പ്രൈമറി ഓഡിയൻസ് ജനറേറ്റർ, ഇവിടെ ഫീമെയിൽ മെയിൽ അങ്ങനെയുള്ളതൊക്കെ വരും. ഇവിടെ ഏജ് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഓഡിയൻസ് കൺട്രി, നമുക്കിവിടെ ഓഡിയൻസ് കൺട്രി നമ്മൾ ഏത് ഓഡിയൻസിനെയാണ് തിരയുന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഒരുപാട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് കാറ്റഗറി ക്രിയേറ്റേഴ്സ് കൺട്രി എന്നുള്ളതും. ഏത് ക്രിയേറ്ററായിട്ട് കൊളാബ് ചെയ്യേണ്ടത് എന്നുള്ളത്, ആ ഒരു കൊളാബ് ചെയ്യണതിൻ്റെ അവരായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ. ഏത് രാജ്യക്കാരായിരിക്കണം, എത്തരത്തിലുള്ള വയസ്സുള്ളവരായിരിക്കണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ്. സ്ത്രീയാണോ പുരുഷനാണോ അവരായിട്ടാണോ കൊളാബ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഇതും ഏത് ചാനൽ കാറ്റഗറിയാണ് എന്നുള്ളതും അതൊക്കെ നമുക്ക് കൊളാബ് ചെയ്യാൻ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഫില്ല് ചെയ്തിട്ട് നമുക്കിവിടെ ഈ ഒരു ചാനൽ കണ്ടോ, ചാനൽ കാറ്റഗറി എന്നുള്ളത്, അതിലും നമ്മൾ ടെക്ക് നമ്മുടെ ചാനൽ ഏത് പരമായിട്ടാണ് എന്നുള്ളത്, ആ ഒരു കൊളാബ് ചെയ്യുന്ന വ്യക്തിയുടെ ഏത് പരമായിട്ടാണ് എന്നുള്ളത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, ആ വ്യക്തിയുടെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ എത്തരത്തിലുള്ള വ്യക്തിനെയാണ് നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യുന്നത്, അത്തരത്തിലുള്ളവരുടെയാണ് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലെല്ലാം കൊടുത്ത ശേഷം നമുക്ക് ഓരോ ചാനൽ ഇവിടെ നമുക്ക് വരുന്നതായിരിക്കും. അത്തരത്തിലുള്ളവരുടെ ഇന്ത്യൻ ചാനൽ കണ്ടോ, ഇവിടെ ഇന്ത്യൻ്റെ അത്തരത്തിലുള്ള ഏജ് ഡിഫറൻസ് കാര്യങ്ങളുള്ള ചാനലുകൾ നമുക്കിവിടെ കൊളാബ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൊളാബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ ഇങ്ങനെയുള്ള ചാനലായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഫാംബിറ്റിലുള്ള പ്രൊഡക്റ്റ് ആയിട്ടുള്ള ചെയ്യുമ്പോൾ നമുക്ക് അവരായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ വളരെ വ്യക്തമായി കറക്റ്റായി ചെയ്യണം. അതിനുള്ള മുന്നത്തെ വീഡിയോ കാണുക കാണാത്തവർ, കാരണം അതിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വരുന്നവർ വരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.